സൗരയൂഥത്തിലെ ഏറ്റവും നിഗൂഢവും ചലനാത്മകവുമായ ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ മനുഷ്യരാശിക്ക് പുതിയൊരു നാഴികക്കല്ല് സമ്മാനിച്ചിരിക്കുകയാണ് നാസയുടെ ജൂണോ ബഹിരാകാശ പേടകം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ അയോയിൽ നടന്ന ചരിത്രത്തിലാദ്യമായി രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭൂമിയിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര തീവ്രതയുള്ള ഈ പ്രതിഭാസം പ്രപഞ്ചത്തിലെ ഗ്രഹശാസ്ത്ര പഠനങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. അഗ്നിപർവ്വതങ്ങളുടെയും ഉരുകിയ ലാവയുടെയും നാടായ അയോ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഇടമാണെന്നാണ് ഈ കണ്ടെത്തൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്നത്. 2024 ഡിസംബർ 27 ജൂണോ പേടകം അയോയ്ക്ക് തൊട്ടടുത്തുകൂടി പറന്നപ്പോഴാണ് ഈ അപൂർവ പ്രതിഭാസം ദൃശ്യമായത്. നിരവധി അഗ്നിപർവ്വതങ്ങൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന അതിശക്തമായ ഒരു ദൃശ്യമാണ് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത്. ഏകദേശം 40,400 ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടന്ന ഈ സ്ഫോടനം ഐസ്ലാൻഡ് എന്ന രാജ്യത്തിൻ്റെ അത്രയും വലിപ്പമുള്ള പ്രദേശത്തെ ബാധിച്ചു. സാധാരണയായി അയോയിൽ സംഭവിക്കാറുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങളെക്കാൾ 1000 മടങ്ങ് കരുത്താർജിച്ചതായിരുന്നു ഈ സ്ഫോടന പരമ്പരയെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു. ഇതിൻ്റെ തെളിച്ചവും ഊർജവും ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഈ വമ്പൻ സ്ഫോടനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പുറത്തുവിട്ട അമിതമായ ഊർജമാണ്. സ്ഫോടനത്തിൻ്റെ അത്യുന്നത ഘട്ടത്തിൽ ഏകദേശം 260 ടെറാവാട്ട് പവർ പുറന്തള്ളപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഇത് 1980 ഭൂമിയിലുണ്ടായ മൗണ്ട് സെൻറ്റ് ഹെലൻ സ്ഫോടനത്തെക്കാൾ 5 മടങ്ങ് കൂടുതൽ ശക്തിയുള്ളതാണ്. ഒരേ സമയം ഒന്നിലധികം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചത് അയോയുടെ ഉപരിതലത്തിന് താഴെ വലിയൊരു മാഗ്മ ശൃംഖല നിലനിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഒരു സ്പോഞ്ച് പോലെ സുഷിരങ്ങളുള്ളതും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതുമായ ഒരു ഭൂഗർഭ മാഗ്മ സംഭരണിയോ പൈപ്പുകളോ അയോയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാമെന്നും ശാസ്ത്രജ്ഞർ കരുതുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള ഗോളമായി അയോ മാറാൻ കാരണം വ്യാഴത്തിൻ്റെ അതിശക്തമായ ഗുരുത്വാകർഷണ ബലമാണ്. വ്യാഴം അയോയെ നിരന്തരം വലിക്കുകയും അമർത്തുകയും ചെയ്യുന്നത് വഴി ഈ ഉപഗ്രഹത്തിൻ്റെ അന്തർഭാഗത്ത് വലിയൊരു തോതിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ പ്രക്രിയയാണ് അയോയെ ഒരു തിളയ്ക്കുന്ന ലാവാ ഗോളമായി നിലനിർത്തുന്നത്. നവംബർ മാസത്തിൽ പുറത്തിറങ്ങിയ ജേണൽ ഓഫ് ജിയോഫിസിക്കൽ റിസർച്ച് പ്ലാനറ്റ്സ് എന്ന പ്രസിദ്ധീകരണത്തിൽ ഈ കണ്ടെത്തലിൻ്റെ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും സജീവമായ ഈ ഗോളത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ജൂണോ പേടകം വരും ദിവസങ്ങളിലും അയോയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അയോയുടെ ഉപരിതലത്തിൽ ഈ മഹാസ്ഫോടനം എന്തുതരം മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നാസ. വരും വർഷങ്ങളിൽ ജൂണോ നടത്തുന്ന അടുത്ത നിരീക്ഷണങ്ങൾ അയോയുടെ ഭൂഗർഭ ഘടനയെക്കുറിച്ചും ഗ്രഹങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചും കൂടുതൽ വ്യക്തമായ ധാരണ നൽകും. പ്രപഞ്ചത്തിലെ അതിശക്തമായ ഊർജ്ജപ്രവാഹങ്ങളെയും ഭൗമപ്രക്രിയകളെയും കുറിച്ചുള്ള നമ്മുടെ അറിവുകളെ ഈ കണ്ടെത്തൽ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.